ടേബിൾ ഡെക്കോറിന് ശേഷം ഇനി ക്യൂട്ടും സിമ്പിളും ആയിട്ടുള്ള എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആലോചനകൾക്ക് ശേഷം സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി. അതിനായിട്ട് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് സ്റ്റിക്കേഴ്സ് അതൊക്കെ ഒന്ന് പേപ്പറിൽ വരച്ചെടുത്തു. ഇനി ഈ ഡ്രോയിങ്സ് ഒക്കെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആർട്ട് സപ്ലിമെന്റ്സ് മാത്രമേ ഉള്ളൂ. പയ്യെ വേണം എല്ലാം വാങ്ങിക്കാൻ. എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് വിഷമിച്ചിരുന്ന് ടൈം കളയുന്നതിനേക്കാളും ഉള്ളതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നോക്കാമെന്ന് ഞാൻ കരുതി. ഈ ഫിലോസഫി ആർട്ടിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഡെയിലി ലൈഫിലും ആപ്ലിക്കബിൾ ആണ്. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവരോട്, വളരെ വലിയൊരു ബ്രേക്കിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വീണ്ടും വരുന്നത്. സോ അതിൻ്റെതായ കുറവുകളും ഉണ്ടാവും. എല്ലാം ഒരു ശ്രമം മാത്രമാണ്. എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഈ പെയിന്റിങ് പോലും സ്പീഡിലാക്കിയതിന് നേരത്തെ പറഞ്ഞ ആ വലിയ ബ്രേക്കിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. പെയിന്റ് ചെയ്യുമ്പോൾ കൈ വിറയ്ക്കുന്നു. സാവധാനം മാറുമെന്ന് വിശ്വസിക്കുന്നു. വരയ്ക്കാൻ അറിയാവുന്നവർക്ക് മാത്രമല്ല കേട്ടോ, വരയ്ക്കാൻ അറിയാത്തവർക്കും ഫോണിൽ ട്രേസ് ചെയ്ത് ഈ ഫോട്ടോസ് ഒക്കെ ഒന്ന് വരച്ചെടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ പെയിന്റ് ചെയ്ത് ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി നോക്കാട്ടോ. തെറ്റിപ്പോയാലും സാരമില്ലെന്നേ, വീണ്ടും ട്രൈ ചെയ്യണം. ഇതൊക്കെ എന്ത്, എന്നെ സംബന്ധിച്ച് ഇതൊക്കെ റൂം അടച്ചിട്ടിരുന്നേ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമേ ഉള്ളൂ. റൂം തുറന്നിട്ടാൽ ഒരാൾ ഇങ്ങോട്ട് കയറി വരും. പിന്നെ പെയിന്റിങ് പേപ്പറിലായിരിക്കില്ല നടക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ എൻ്റെ മോളെ ഈ മുറിയിലേക്ക് കയറ്റിയാൽ CID മൂസയിൽ കള്ളന്റെ വീട്ടിൽ കയറിയ ബിന്ദു പണിക്കരുടെ അവസ്ഥയായിരിക്കും അവൾക്ക്. എന്തൊക്കെ പെറുക്കിയെടുത്തോണ്ട് ഓടണമെന്ന് മൊത്തത്തിൽ ആള് കൺഫ്യൂഷനാവും. ഇനി നല്ലൊരു ബ്ലാക്ക് പെന്നോ അല്ലെങ്കിൽ സ്കെച്ച് പെന്നോ ജെൽ പെന്നോ ഏതെങ്കിലും ബ്ലാക്ക് കളറിലുള്ള എടുത്തിട്ട് നമുക്ക് ഇവർക്ക് കണ്ണും മൂക്കൊക്കെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം ചുറ്റിനും ഒരു ബോർഡർ പോലെ ലൈൻസ് വരയ്ക്കാം. ഇങ്ങനെ വരച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പെയിന്റ് ചെയ്തതിൽ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകളുണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും കേട്ടോ. ഒരു ഫിനിഷിങ് കിട്ടും. എൻ്റെ പെയിന്റിങ്ങിൽ പാകപ്പിഴകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഏറെക്കുറെ ഒന്ന് വൃത്തിയായെന്ന് തോന്നുന്നു. അങ്ങനെ പെയിന്റിങ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ആള്, സെല്ലോ ടേപ്പ്. എൻ്റെ കയ്യിൽ ചെറിയ വീതിയുള്ള സെല്ലോ ടേപ്പാണ് ഉള്ളത്. അതുകൊണ്ട് ഞാനിതിങ്ങനെ നീളത്തിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതല്ല, നല്ല വീതിയുള്ള വലിയ സെല്ലോ ടേപ്പ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമുക്കൊരു സ്റ്റിക്കർ ഫുള്ള് അതിൽ തന്നെ കവർ ചെയ്യാനും പറ്റും. ചെറുതേ ഉള്ളൂവെങ്കിൽ ഇതേപോലെ നീളത്തിൽ ഒട്ടിച്ചു കൊടുക്കാം. സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവരെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ സ്റ്റിക്കറിന്റെ ആ വരച്ച ഷേപ്പിൽ തന്നെ കുറച്ച് വൈറ്റ് പേപ്പർ പോർഷൻ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ പഴയ സ്റ്റിക്കറിന്റെ ഏതെങ്കിലും ബാക്കിലത്തെ പേപ്പറോ ഓയിൽ ഷീറ്റ് പേപ്പറോ ഉണ്ടെങ്കിൽ ഇതേപോലെ സെല്ലോ ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ സ്റ്റിക്കർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്കായോ ഇല്ലയോ എന്നൊന്ന് നോക്കണ്ടേ? നോക്കാം. നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ടാലും ഈ സമയത്ത് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ് കേട്ടോ. അത് നമ്മൾ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ബാക്കിയുള്ള സ്റ്റിക്കേഴ്സും ഞാൻ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്തെങ്കിലും ഡെക്കോർസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഗനൈസേഴ്സോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. എന്തായാലും വളരെ സിമ്പിളാണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.